കാര്യങ്ങളാണ് സാറേ. പോലീസിനൊന്നും ഒരു പേടിയില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ ഡെലിവറി വന്നിട്ട് ഗൈസ് ഇന്ന് നമ്മൾ ഇന്നലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്നാണ് നമ്മൾ എല്ലാവർക്കും കഴിഞ്ഞിട്ടുണ്ട് വണ്ടി. അപ്പം ഇന്നലെ അല്ലാണ്ട് ഗൈസ്, സത്യം പറഞ്ഞ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടൊരു നമ്മൾ കുറേ ദിവസമായി. അപ്പോൾ വീഡിയോ ഇട്ടതാണ് ഗൈസ്. അപ്പോൾ കുറേ ദിവസം മുന്നേ നമ്മൾ പോയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ പഴയ വീടാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഇടയ്ക്ക് മിക്കവാറും ഇങ്ങോട്ടൊക്കെ വരേണ്ടി ഗൈസ്. പിന്നെ മിക്കവാറും നമ്മളിവിടെ തന്നെ ആക്കാനാണ് സാധ്യത. അപ്പോൾ നമ്മളെ വണ്ടീൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് നമ്മളെ വണ്ടി. മിനി ബസ്സിൻ്റെ പണിയൊക്കെ കഴിഞ്ഞാണ് വണ്ടിയായിട്ട് വീശുന്നത്. ഉസ്താദ് എന്നാണ് നമുക്ക് വണ്ടി കിട്ടിയ പേര്. അപ്പം മറ്റേ വണ്ടീൻ്റെ ഡെലിവറിക്ക് വേണ്ടി നമ്മൾ ഈ ഒരു വണ്ടിയിലാണ് പോകുന്നത്. അതായത് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. ഉസ്താദ് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് വീസ്. അപ്പോൾ ഏതായാലും വണ്ടി എല്ലാം എടുക്കുകയാണ്. എടുത്തിട്ട് നമ്മൾ പോകുന്ന എങ്ങോട്ടാന്ന് ചോദിച്ചാൽ പഠിച്ച പണിയുണ്ട്. കാരണം കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് എടുത്ത് കിട്ടാൻ കുറച്ച് പണിയുണ്ടായിരുന്നു. ഏതായാലും കിട്ടിയിട്ടുണ്ട്. ഏതായാലും നമുക്ക് നേരെ പോകുന്ന അങ്ങോട്ടാന്ന് ചോദിച്ചാൽ വേറെ അങ്ങോട്ടല്ല ടേസ്. വണ്ടി കുടുങ്ങിയോ? ഏതായാലും നമുക്ക് നേരെ പ്രകാശക്ക് പോവാം ടോയ്സ്. ഏതായാലും നമ്മളവിടുന്ന് പോന്നിട്ടുണ്ട്. നേരെ പ്രകാശക്കാണ്. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. പ്രകാശം എത്തിയിട്ട് നമുക്ക് കാണാം ടോയ്സ്. അപ്പോൾ പ്രകാശം ഈ ബസ് പോയിട്ട് ബസ് എടുക്കുന്നു. പിന്നെ വണ്ടി എടുത്ത് പോരുന്നു ടോയ്സ്. ഈ വണ്ടി വേറെ ഓടിക്കുക, കാരണം എല്ലാ വണ്ടി എടുത്ത് പോയാൽ കഴിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ബസ്സിൽ തന്നെ പോകുന്നത് വിചാരിച്ചത്. അപ്പം എല്ലാ ഫാമിലീസും മൊത്തം കുട്ടിയാണ് കേട്ടോ നമ്മൾ പോണ ഡെലിവറിക്ക്. ഒരു വണ്ടി എടുക്കുമ്പോൾ ഒരു ഇതുണ്ട്. നമ്മൾ ഫാമിലി മൊത്തം വേറെ എന്തല്ല ഫാമിലീസിനൊക്കെ നമുക്ക് സർപ്രൈസ് ആക്കാം. കാരണം നമ്മൾ ഈ നബിദിനാഘോഷങ്ങളൊക്കെ ഇവിടെ നടത്തല്ലേ. അപ്പോൾ വണ്ടി എടുക്കേണ്ടി വരും. അപ്പോൾ പിന്നെ കുട്ടികൾക്കായിട്ട് ആയിട്ട് നമ്മൾ ചെറിയ പ്രോഗ്രാം കളിച്ചാൽ ഈ ഒരു ബസ്സിലോ അല്ലെ പുത്തൻ ബസ്സിലായിട്ട് നമ്മൾ കൊണ്ടുപോകണം ആയിക്കോട്ടെ. കൊഞ്ഞായിക്കോല് വരിക ലാസ്റ്റ് പോലെ മദ്രസ്കരാക്കിയെടുത്ത് നമ്മൾ ഈ വണ്ടിയിൽ അല്ല ഒറ്റ വണ്ടിയിലായിരിക്കും വയസ്സ്. ഏതായാലും അവിടെ എത്തിയിട്ട് കാണാം വയസ്സ്. വേഗം എടുത്തിട്ടിൻ്റെ വണ്ടിയെ. ഏതായാലും നമ്മൾ മെയിൻ റോട്ടിലേക്ക് എത്തിയെന്ന് എവിടേക്കെണ്ടില്ല. ഈ ഒരു വണ്ടി പോലും വരാത്ത ഈ റോട്ടിലേക്ക് ഞാൻ വണ്ടി വരും. അപ്പം എല്ലാവർക്കും നമ്മൾ തക്കാലം സെറ്റ് ചെയ്ത് തന്നിട്ട് വയസ്സ്. അപ്പം എല്ലാവരും സർപ്രൈസ് ആക്കിയാണ് നമ്മൾ വിടുന്നത്. പിന്നെ അവിടെ എത്തിയിരുന്നു. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ പ്രകാശൊക്കെ എത്തിയിട്ടുണ്ട്. വണ്ടിയുടെ ലൈറ്റൊക്കെ ഒന്ന് ഓഫാക്കിയിട്ടായിരുന്നു ടേസ്റ്റ്. ഇത് നമ്മളെ മെയിൻ പ്രകാശമാണ്. ഇവിടെ അല്ല നമ്മളെ വണ്ടി എടുക്കുന്നത്. നമ്മൾ നേരത്തെ വന്നാണ് ടേസ്റ്റ്. അപ്പോൾ ഈ കിടക്കുന്ന പ്രകാശമല്ല നമ്മളെ മെയിൻ പ്രകാശമാണ്. ഇവിടെ വണ്ടി കൊടുക്കുക. അപ്പോൾ വണ്ടി കിട്ടുന്ന ഏരിയ എന്ന് വെച്ചാൽ അത് അവിടെയാണ് ടേസ്റ്റ്. അപ്പം അങ്ങോട്ട് പോകാൻ കുറച്ച് ലെങ്ത് ഉണ്ട് വെച്ചാൽ ലെങ്ത് ഉണ്ട്. അപ്പോൾ വണ്ടി ഒന്ന് തിരിച്ചിട്ട് നമുക്ക് പോകേണ്ടതാണ് ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു വണ്ടി നമ്മൾ പെടുന്നതാണ് കേട്ടോ പണിത്തെ. അപ്പം നേരെ ഇനി നമ്മൾ പോകുന്നത് വെച്ചാൽ മെയിൻ പ്രകാശം നടന്നാണ് വണ്ടികളൊക്കെ ഡെലിവറി കൊടുക്കുന്നത്. പിന്നെ ഗ്ലാസ് പെയിൻ്റ് കാണുന്നതാണ് നമ്മൾ സെറ്റാക്കുന്നത് കേട്ടോ ഗൈസ്. അപ്പം ഗ്ലാസ്സൊക്കെ ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പെയിൻറ്റ് മാത്രമാണ് നമ്മൾ ചൂസ് ചെയ്യുക. പെയിൻറ്റ് ഓൾറെഡി നമ്മൾ വൈറ്റാണ് വിചാരിച്ചു. ഓന് വൈറ്റാണ് ഉറപ്പിച്ചാണ് ഗൈസ്. അപ്പം വൈറ്റ് തന്നെ അടിച്ചത്. പിന്നെ ബസ്സൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നത് ഗൈസ്. അപ്പം നമ്മൾ വണ്ടിക്ക് അടിച്ച പെയിൻ്റ് എന്ന് വെച്ചാൽ ലൈറ്റ് വൈറ്റാണ്. വൈറ്റൊക്കെ ഡാർക്കായിട്ട് അങ്ങനെയൊന്നുമില്ല, ഫുള്ള് ലൈറ്റ് തന്നെ ആയിരിക്കില്ലേ. അതുകൊണ്ട് തന്നെ നമ്മൾ കുഴപ്പമില്ല. ഇവിടെ എത്തിയിട്ട് കാണാം ഗൈസ്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വണ്ടി നമുക്ക് നല്ല പ്രകാശിക്ക് ഇറക്കി വെക്കാം. വണ്ടി ഉള്ളിലാണെന്നില്ലേ. ഏതായാലും വണ്ടി നമ്മളിവിടെ ഷോപ്പിൽ നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഏരിയയിലാണ് നമ്മൾ വണ്ടി കിടക്കുന്നത്. വണ്ടി ഒന്നും ഇവിടെ ആക്കി നിർത്തിയിട്ട് വണ്ടി നല്ല വർക്കാണ് കേട്ടോ പ്രകാശം ചെയ്തേക്കുന്നത്. അപ്പോൾ ഏതായാലും വണ്ടിയിൽ നിന്ന് ഇറക്കിയിട്ട് കാണിച്ചാൽ ഇതാണ് നമ്മൾ വണ്ടി വർക്ക് എന്ന് പറയുകയാണെങ്കിൽ. രാത്രി നമ്മൾ ലാമ്പൊക്കെ വണ്ടിക്ക് ചെയ്ത് ഉസ്താദ് എന്ന് പറഞ്ഞ മാസമാണ് കേട്ടോ എൻ്റെ മോനെ. അപ്പോൾ ഏതായാലും നമ്മൾ ഉസ്താദിനോട് തീരുമാനിച്ചിട്ടാണ്, അപ്പോൾ പള്ളിയിലെ ഉസ്താദിനോട് തീരുമാനിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഓഫർ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും വണ്ടി ഇതാണ് ഗൈസ്. വണ്ടി എന്ന് പറയുകയാണെങ്കിൽ
വണ്ടീൻ്റെ മറ്റേ ലൈറ്റ് കത്തണ റിവേഴ്സ് കിട്ടണം. അപ്പോൾ റിവേഴ്സ് കിട്ടപ്പോൾ മറ്റേ ലാമ്പ് കത്തിയിട്ടുണ്ടാവും ഗൈസ്, അത് കാണാം. അപ്പം ഇനി നമുക്ക് ആ മറ്റേ വണ്ടി കാണാൻ പോകും. അപ്പോൾ ഗൈസ് ഡെലിവറി ബോയിനെ നമ്മൾ അവിടെ എടുക്കുന്നുണ്ട്. അപ്പം ഡെലിവറി ബോയിനെ ഒന്ന് കാണാം. അപ്പം നേരെ ഏതായാലും വണ്ടി നമ്മൾ ഡെലിവറി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടി. അപ്പോൾ വണ്ടി നമ്മൾ ഫുൾ വർക്ക് ചെയ്യും. പിന്നെ ക്യാപ്റ്റനാണ് നമ്മളെ വണ്ടി, അത് അത്ര ഉള്ളൂ. അതുകൊണ്ട് അധികം വർക്ക് നമ്മൾ ഈ വണ്ടി ചെയ്യാതിരിക്കുകയുണ്ട്. ഏതായാലും പുത്തൻ ബസ്സിൽ നമ്മൾ ഇറക്കാണ് പിടിക്കേണ്ടി അങ്ങനെ ബ്രേക്ക് അടിച്ചുകൊണ്ട് ശേഷമായിട്ട് വെച്ചവൻ്റെ ഔത്തർച്ച എടുക്കില്ല, അത്ര ഉള്ളേ ഔത്തർച്ച എടുക്കും അത്ര. പുതിയ ബസ് പുതിയതായിട്ട് ഇറക്കിയിട്ട് അപ്പത്തേക്കും കൊണ്ടുവന്ന് ഇടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അവസ്ഥ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് എത്താൻ ഗൈസ്. ഏതായാലും നമ്മൾ നാട്ടിൽ എത്തിയിട്ടുണ്ട് വണ്ടി. അപ്പം നമ്മൾ നാട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പം ഇവിടെ എല്ലാവരും സർപ്രൈസ് ആക്കണം കേട്ടോ ഗൈസ് നമുക്ക്. അപ്പം മെയിൻ സർപ്രൈസൊക്കെ അടുത്ത വീഡിയോയിലാണ് കേട്ടോ ഗൈസ് ഈ വണ്ടി പറ്റി. ഇപ്പം വണ്ടി നമ്മൾ വേറൊരു വർക്ക്ഷോപ്പിൽ നിന്ന് ഇറക്കായിക്കോട്ടെ ഗൈസ്. കാരണം വേറെ എന്തല്ല, നമ്മൾ ഈ വണ്ടിയും കൊണ്ട് ഇനി അടുത്ത വർക്ക്ഷോപ്പ് പോകണം. സൗണ്ട് സിസ്റ്റം, ലൈറ്റ് വർക്ക് ഒക്കെ ചെയ്യാണ്ട് കേട്ടോ ഗൈസ് വണ്ടി മേൽ. അപ്പം ഇപ്പം അധികം ലൈറ്റ് വർക്കൊന്നും നമ്മൾ വണ്ടി ചെയ്തിട്ടില്ല കേട്ടോ ഗൈസ്. അപ്പം വണ്ടി മേലെ പണ്ടത്തെ വണ്ടിയാണ് കളറാണ്, ഇപ്പോഴത്തെ വണ്ടി വൈറ്റാണ്, അത്രയുള്ളൂ. ഇപ്പോൾ കളർഫുള്ളായിട്ടൊരു വണ്ടി നമ്മളെ മിനി ബസ്സുള്ളൂ ഗൈസ്. നിങ്ങൾ പറയും എടുക്കണമല്ലേ ഗൈസ്. എല്ലാവരും സർപ്രൈസ് ആയിട്ടുണ്ട്. വണ്ടിയും കൊണ്ട് വരുന്നതുകൊണ്ട് പിന്നെ എല്ലാവരും സർപ്രൈസ് ആയിട്ട് ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ നമ്മളെ വീട്ടിലേക്ക് വണ്ടി എല്ലാം കയറ്റി വെച്ചേക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മളെ വണ്ടി കയറുകയാണ് ഗൈസ്. എത്ര ഉള്ളൂ കിടില്ല BS6 അങ്ങനെ വണ്ടി നമ്മൾ വീട്ടിലേക്ക് കാലെടുത്ത് വെച്ചേക്കാണ് ഗൈസ്. ഇത് നല്ല ഹാപ്പിയാണ്. അപ്പം ഈ വണ്ടീൻ്റെ മോഡും വേണ്ടവർ ഇപ്പം ഒന്ന് കമൻറ്റ് ചെയ്തിട്ട് ഗൈസ്. ഞാൻ ഏതായാലും മോഡ് ഞാൻ വിടുന്നതായിരിക്കട്ടെ ഗൈസ്. അപ്പോൾ ഏതായാലും നമുക്ക് വണ്ടി ഒന്ന് നേരെ അവിടെ ആക്കിയിട്ടുണ്ടല്ലോ ഗൈസ്. വണ്ടി അവിടെ സ്റ്റക്കായിട്ടുണ്ട് ഗൈസ്. ഏതായാലും മണിയില്ലാതെ കിടക്കട്ടെ. അപ്പോൾ ഇതാണ് വണ്ടീൻ്റെ ഇൻറ്റീരിയർ, ചെറിയൊരു ടീൻ്റെ ഗൈസ് നോക്കണ്ട. ഈ ഒരു മോഡലായിരിക്കില്ല നമ്മൾ കൊണ്ടെടുക്കാൻ പോകണ ഗൈസ്. അപ്പം ബാക്കിലെ ക്യാപ്റ്റനൊക്കെ അങ്ങനെ ഉണ്ടാവും ഗൈസ്. വണ്ടിയൊക്കെ അടിമുട്ടി ഞാൻ പണി എടുത്തായിട്ട് ഇറക്കട്ടെ ഗൈസ്. അപ്പോൾ ഈ ഒരു പൊടിയാണ് നമ്മൾ പണി തിറക്കാൻ പോകണം ഗൈസ്. ഈ അടിയിൽ ചെറിയ ഗ്രിപ്പൊക്കെ കൊണ്ടുതന്നെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഈ ഒരു സൈഡ് മുഴുവൻ ആ ഗ്രിപ്പ് ഉണ്ട്. കാരണം നമ്മളെ ഫേമസ് വണ്ടിയാണ് ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. വണ്ടിയുടെ ഇൻറ്റീരിയർ കഴിഞ്ഞ വീഡിയോ കണ്ടു തന്നെ സെയിം ഇൻറ്റീരിയറാണ് ഉണ്ട് ഗൈസ്. പെയിൻ്റ് ഒന്ന് അടിച്ചെന്നുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബായ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ ഫുൾ സർപ്രൈസ് ആയിട്ട് വരുന്നത് കേട്ടോ ഗൈസ്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ആൻഡ് സീ. ബൈ ബൈ.